അപ്പോൾ അത് നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 1 ഡേ തൊട്ട് 1 ഡേ 3 ഡേ അല്ലെങ്കിൽ ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ 14 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ 21 ഡേയ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം വരും. പിന്നെ നമ്മളിപ്പം പൊതുവെ ഉണ്ടാവുന്ന നടുവേദന, മുട്ടുവേദന, പിന്നെ സൈനസൈറ്റിസ്, തലവേദന പോലത്തെ പ്രശ്നങ്ങൾ, സൈനസൈറ്റിസ്, പിന്നെ കുറച്ച് ബ്യൂട്ടി തെറാപ്പികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിന്നിനും ഹെയറിനും പറ്റിയിട്ടുള്ള ബ്യൂട്ടി തെറാപ്പി, ആയുർവേദ ഫേഷ്യലുകൾ, ഫേസ് മസാജ്, ഹെയർ മസാജ്, താരനാണ് ഇപ്പോൾ മെയിനായിട്ട് താരൻ മുടി കൊഴിച്ചുള്ളൊരു പ്രശ്നമാണ്. ഇപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ ഉണ്ടാവും. മെയിനായിട്ട് സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ, PCOD, PCOS, പിന്നെ അമിതവണ്ണം, ഇതിനൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ്. ഗർഭകാലത്ത് പരിചരണം, അതിൻ്റെ ഒപ്പം തന്നെ ആഫ്റ്റർ ഡെലിവറി, പോസ്റ്റ് ഡെലിവറി കെയർ പോലെ ആഫ്റ്റർ പ്രസവ രക്ഷാ ട്രീറ്റ്മെൻറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഇവിടെ വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ പാക്കേജ് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ മാക്സിമം 1 hour അല്ലെങ്കിൽ 1.5 hour ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ സാധാരണ അമ്മയ്ക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുട്ടിയുടെ ഒരു ഇത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലോങ് ഡിസ്റ്റൻസിൽ നിന്നല്ലാതെ നമുക്ക് വരുന്ന പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റിനായിട്ട് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന പേഷ്യൻറ്റിനാണെങ്കിൽ നമ്മളിവിടെ താമസ സൗകര്യം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.